നമസ്കാരം, സുജിത്താണ്. എസ് കെ ഗാരേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റോയൽ എൻഫീൽഡ് റിയർ ഡിസ്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കുള്ള വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണിത്. നിങ്ങളുടെ വാഹനം റിയർ ടയർ ഊരിയതിനു ശേഷം തിരികെ റീസെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ ഷോപ്പിൽ ബ്രേക്ക് കംപ്ലൈൻ്റായി വന്ന വാഹനമാണിത്. ഇതിൻ്റെ പ്രശ്നം ചെക്ക് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് റിയർ കാലിപ്പറിലേക്കുള്ള ഹോസ് കട്ടാവുകയും അതിലൂടെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവുകയും ചെയ്യുന്നു. ഇതിനുള്ള പ്രധാന കാരണം ബാക്ക് ടയർ ഊരിയതിന് ശേഷം കറക്റ്റായ രീതിയിൽ ഈ വാഹനത്തിൻ്റെ ഫ്ലൂയിഡ് ഹോസ് ക്ലിപ്പുകളിൽ സെറ്റ് ചെയ്യാതിരിക്കുകയും അതുകൊണ്ട് ടയർ കറങ്ങുമ്പോൾ ഈ ഹോസിൽ ഉരസിയതിന് ശേഷം ഹോസ് കട്ടാവുകയും ചെയ്യുന്നു. ഇതിന് ബ്രേക്ക് ഹോസ് റീപ്ലേസ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. ഏതൊരു വാഹനത്തിൻ്റെയും സർവീസ് കൃത്യമായ ഇടങ്ങളിൽ കൃത്യമായ സമയങ്ങളിൽ തന്നെ ചെയ്യേണ്ടതാണ്. ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് ഹോസാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ആ ഒരു പോർഷൻ കീറിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വാഹനത്തിന് മാറാനുള്ള ബ്രേക്ക് ഹോസാണിത്. റീപ്ലേസ് ചെയ്യുന്ന പാർട്സുകൾ മാത്രം, ഒറിജിനൽ പാർട്സ് മാത്രം ഉപയോഗിക്കുക. ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാകാതിരിക്കുക. വാഹനങ്ങളുടെ ലോങ് ലൈഫിനും സ്മൂത്ത് റൈഡിനും ജെന്യുവൻ പാർട്സ് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ചു. ബ്രേക്കിംഗ് സിസ്റ്റം വളരെ കറക്റ്റായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.